കൊച്ചമറ്റം ഫിനാൻസ് സ്മാർട്ട് കേരള 2015 സ്വാഗതം. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന ശൈലീ പ്രയോഗം പ്രചാരണ വാക്യമായി ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൽ വിനോദസഞ്ചാര വികസനത്തിന് കളമൊരുക്കിയ KTDCക്ക് ദിശാബോധം നഷ്ടപ്പെടുന്നുണ്ടോ എന്ന സംശയമാണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഈ പൊതുമേഖലാ സ്ഥാപനത്തെക്കുറിച്ചാണ് കേരള കൗമുദി ദിനപത്രവും കൗമുദി TVയും ചേർന്നൊരുക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിയിരിക്കുന്നത് KTDC മാനേജിംഗ് ഡയറക്ടർ ശ്രീ PM അലി അസ്ഗർ പാഷ IAS, INTUC ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗവും തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റും ആയ ശ്രീ VR പ്രതാപൻ, KTDC എംപ്ലോയീസ് അസോസിയേഷൻ CITU പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചെറുന്നിയൂർ P ശശിധരൻ നായർ, ട്രാവൽ ആൻഡ് ടൂറിസം ജേണലായ ടൂറിസം ഇന്ത്യ മാഗസീനിന്റെ ചീഫ് എഡിറ്റർ ശ്രീ രവിശങ്കർ, ടൂർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ അനീഷ് കുമാർ PK, KTDC എംപ്ലോയീസ് കോൺഗ്രസ് INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ P വേണുഗോപാൽ, ഈ വിഷയം റിപ്പോർട്ട് ചെയ്ത കേരള കൗമുദി തിരുവനന്തപുരം ലേഖകൻ ശ്രീ R കിരൺ ബാബു എന്നിവരാണ്. കൂടാതെ KTDC ചെയർമാൻ ശ്രീ വിജയൻ തോമസും അഭിപ്രായങ്ങളുമായി ഒപ്പം ചേരുന്നുണ്ട്. ചർച്ചയിലേക്ക് കടക്കും മുൻപ് ശ്രീ കിരൺ ബാബു തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കാണാം. ഫോക്കസ്. 1965 നവംബർ 1 ടൂറിസം വികസന കോർപ്പറേഷൻ രൂപീകരിച്ചത്. കേരളത്തിൽ വിനോദസഞ്ചാര മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു ലക്ഷ്യം. നമ്മുടെ മണ്ണും പൈതൃകവും സംസ്കാരവുമെല്ലാം വിദേശികൾക്ക് എന്നും കൗതുകമായിരുന്നുവെങ്കിലും അത് നമ്മുടെ വിനോദസഞ്ചാര മേഖലയെ പരിപോഷിപ്പിക്കുന്നതിൽ എത്രമാത്രം ഗുണം ചെയ്യും എന്ന് ആരും അത്ര കണ്ട് ചിന്തിച്ചിരുന്നില്ല. 4 ഹോട്ടലുകളുമായി തുടങ്ങിയ KTDCക്ക് ലാഭമുണ്ടാക്കുക എന്നതിലുപരി ഈ മേഖലയുടെ സമഗ്ര വികസനത്തിനായി മുതൽ മുടക്കുന്നതിന് സ്വകാര്യ സംരംഭകർക്ക് ധൈര്യവും ഊർജ്ജവും പകരുക എന്നതായിരുന്നു ലക്ഷ്യം. ആ രീതിയിൽ തന്നെ ആദ്യകാലങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. തേക്കടി, കുമരകം, കോവളം, മൂന്നാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വന്തം സംരംഭങ്ങൾ തുടങ്ങിക്കൊണ്ട് വിനോദസഞ്ചാരത്തിന്റെ അപാര സാധ്യതകളിലേക്ക് സ്വകാര്യ മേഖലയെ കൈപിടിച്ചുകൊണ്ടുവന്നതും ഈ പൊതുമേഖലാ സ്ഥാപനമാണ്. സർക്കാർ സഹായമുള്ളതിനാൽ ആദ്യ വർഷങ്ങളിൽ ലാഭം നേടിയില്ലെങ്കിലും കോർപ്പറേഷന് മുന്നോട്ടു പോകാൻ കഴിഞ്ഞിരുന്നു. ദിശാബോധത്തോടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുക എന്ന ദൗത്യം ഭംഗിയാക്കിയാൽ മാത്രം മതിയായിരുന്നു. എന്നാൽ നഷ്ടം കാലിനടിയിലെ മണ്ണ് ചോർത്തിയാലോ? അതാണ് ഇവിടെ സംഭവിച്ചത്. വർഷങ്ങൾ കൊഴിയുന്നതിനിടെ പ്രവർത്തനത്തിലെ മികവും വൈദഗ്ധ്യവും അഴിമതിക്ക് വഴിമാറുന്ന പതിവ് പ്രതിഭാസമാണ് വിനോദസഞ്ചാര വികസന കോർപ്പറേഷനിലും കാണാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ സംസ്ഥാനത്ത് വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുകയും ഈ വ്യവസായ മേഖല വികസിക്കുകയും ചെയ്യുമ്പോൾ ഒപ്പമെത്താൻ കഴിയാതെ കിതയ്ക്കുകയാണ് കോർപ്പറേഷൻ. KTDCയുടെ ചെയർമാനായിട്ട് വരുമ്പോൾ വലിയ പ്രതീക്ഷകളുമായിട്ടാണ് KTDCയിൽ വന്നത്. മുഖ്യമന്ത്രി തന്നെ ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി, വിജയൻ തോമസ് KTDCയുടെ ചെയർമാനായി വരുമ്പോൾ വലിയ പ്രതീക്ഷകളോടെയാണ്. പക്ഷേ അത്രയും പ്രതീക്ഷ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിക്ക് തന്നെ പല കാര്യങ്ങളിലും പിന്നെ എന്നെ സഹായിക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. അപ്പം അതാണ് കേരളത്തിൻ്റെ ഒരു വികസനത്തിൻ്റെ അവസ്ഥ. ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, ധാരാളം പദ്ധതികൾ നടപ്പിലാക്കണമുണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും പരിമിതമായ KTDCയുടെ ആ നിലവാരത്തിൽ നിന്നുകൊണ്ട് കൂടുതൽ മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതിന് തക്കതായ സഹകരണമോ സഹായമോ KTDCക്ക് ഒരു സ്ഥലത്തു നിന്നും ലഭിച്ചിട്ടില്ല. 2013-14 സാമ്പത്തിക വർഷത്തിലെ നഷ്ടം 6,66,00,000 രൂപ. ഇത് സംസ്ഥാന സർക്കാരിന്റെ കണക്കാണ്. എന്നാൽ ടൂറിസം വികസന കോർപ്പറേഷന്റെ കണക്കിൽ സ്ഥാപനം ലാഭത്തിലാണ്. സത്യം എന്താണെന്ന് ആർക്കും അറിയില്ല. എല്ലാ വർഷവും സെപ്റ്റംബറിന് മുൻപ് ഓഡിറ്റ് ചെയ്ത കണക്ക് സമർപ്പിക്കണം എന്ന വ്യവസ്ഥ പാലിക്കുന്നില്ല. ഓരോ യൂണിറ്റിലെയും ഇനം തിരിച്ചുള്ള വരവു ചെലവുകൾ പരിശോധിക്കുന്നുമില്ല. എന്നിട്ട് കൊട്ടത്താപ്പ് കണക്കുകൾ പ്രകാരമാണ് സ്ഥാപനം നഷ്ടത്തിലെന്നും ലാഭത്തിലെന്നും മറ്റും വച്ചലക്കുന്നത്. ഏതായാലും ടൂറിസം വികസന കോർപ്പറേഷൻ ലാഭത്തിലോ നഷ്ടത്തിലോ എന്നറിയണമെങ്കിൽ പാഴൂർ പടിപ്പുരയിൽ പോകേണ്ടി വരുമെന്ന് ചുരുക്കം. വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം മികവുറപ്പാക്കാൻ അതീവ ശ്രദ്ധ പുലർത്തേണ്ടത് ഭക്ഷണം, താമസ സൗകര്യം, മാനവശേഷി എന്നിവയിലാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രവർത്തനത്തിലെ പോരായ്മകൾ പരിഹരിക്കാനായി തയ്യാറാക്കിയ ഒരു പട്ടിക പ്രകാരം കോർപ്പറേഷന്റെ വരവിൽ 25% മുറിവാടക ഇനത്തിലാണ് ലഭിക്കുന്നത്. കൃത്യമായി അറ്റകുറ്റപ്പണികൾ നടത്തി വൃത്തിയും ആകർഷണീയതയും ഉറപ്പാക്കിയാൽ മാത്രമേ താമസിക്കാൻ അതിഥികളെത്തൂ. 2010-11 മുതൽ 5 വർഷത്തോളം കോർപ്പറേഷൻ ലാഭകരമായി പ്രവർത്തിച്ചിരുന്നതിന് ഒരു പ്രധാന കാരണം താമസ സൗകര്യം ഒരുക്കുന്നതിലെ ശ്രദ്ധയും മികവുമാണ്. 4 ഹോട്ടലുകൾ മാത്രമുണ്ടായിരുന്ന കാലത്തെ സ്ഥിതിയല്ല ഇപ്പോൾ. 7 പ്രീമിയം ഹോട്ടലുകളടക്കം ചെറുതും വലുതുമായ 70 സ്ഥാപനങ്ങളുണ്ട്. വൈദഗ്ധ്യവും മികവും നഷ്ടമായതോടെ ലാഭം ഒരു സങ്കല്പവുമായി. ഓണത്തിന് ശമ്പളം നൽകാൻ 2,30,00,000 രൂപ വായ്പ എടുക്കേണ്ടി വന്നു. ഏതൊരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെയും അധപതനത്തിന്റെ തുടക്കം ലാഭം കുറയുന്നിടത്താണ്. ഇടലാഭം കൊയ്യുന്നവർ തഴച്ചു വളരുന്നതാണ് ലാഭം കുറയാൻ കാരണമാകുന്നത്. സ്ഥാപനത്തെ നയിക്കുന്നവർ ലാഭത്തിൽ ശ്രദ്ധിച്ചാൽ അഴിമതിക്ക് ഇടം കിട്ടില്ല.
അഴിമതിയും പിടിപ്പുകേടും സ്ഥാപനത്തെ തളർത്തിയാൽ അന്തിമ നഷ്ടം തങ്ങൾക്കായിരിക്കും എന്ന് ജീവനക്കാരും തിരിച്ചറിയേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ യൂണിയനുകളെ വിശ്വാസത്തിലെടുത്തിട്ട് കാര്യമില്ലെന്ന് ഗ്രഹിക്കാൻ ജീവനക്കാർ വഴിയാധാരമായ പല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ചരിത്രം പരിശോധിച്ചാൽ മതിയാകും. സംസ്ഥാന ടൂറിസം വകുപ്പ് വിദേശ സഞ്ചാരികളെ ആകർഷിക്കാൻ പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നുണ്ട്. എന്നാൽ ഇതിനനുസൃതമായി നവീന പദ്ധതികൾ ആസൂത്രണം ചെയ്യാനോ നടപ്പാക്കാനോ KTDC മാനേജ്മെന്റ് ശ്രദ്ധ വയ്ക്കുന്നില്ല. കൃത്യമായ ഒരു വ്യവസ്ഥയില്ല ഒന്നിനും. ഓരോ കാലത്തും ഇരിക്കുന്ന ചെയർമാൻമാരുടെ ഭാവനയാണ് പ്രവർത്തനത്തിന് ആധാരം. KTDCക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. കാരണം ടൂറിസം മേഖലയിൽ കേരളത്തിന് വലിയ സംഭാവനകളൊന്നുമില്ല. ടൂറിസത്തെ സംബന്ധിച്ച് ഒരു വിദേശി അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് കേരളത്തിലെത്തുമ്പോൾ ആകെ പറ്റുന്നത് മലയും പുഴയും കാടും കണ്ട് തിരിച്ചു പോയിക്കൊള്ളുക എന്നുള്ളതാണ്. പക്ഷേ ലോകത്തിൽ എവിടെയെങ്കിലും ടൂറിസം അങ്ങനെ മാത്രമാണോ? പല രാജ്യങ്ങളും വളരെ വേഗത്തിൽ ഓടിച്ച് സഞ്ചരിക്കുന്നവരാണ് നമ്മുടെ ടൂറിസത്തിൻ്റെ ആൾക്കാരല്ല. അവർക്ക് ഇന്നോവേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്ത് കേരളത്തിൽ ഒരാഴ്ച നിർത്തത്തക്ക ഒരു പദ്ധതിയും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ധാരാളം വിദേശയാത്രകൾ എല്ലാവരും നടത്തുന്നുണ്ട്. ഇപ്പോൾ വിദേശയാത്ര നടത്തുന്ന ആ ഗ്രൂപ്പിൻ്റെ എണ്ണം കൂടി വരികയാണ്, മെമ്പർമാരുടെ. പക്ഷേ ഇതിൻ്റെ ആത്യന്തികമായ ഫലം എന്താണ്? ഗവൺമെൻറ്റിൻ്റെ പൈസ ആകുന്നതല്ലാതെ ഇപ്പോൾ ടൂറിസ്റ്റുകളെ വിളിക്കാൻ വേണ്ടി അവിടെ പോയി റോഡ് ഷോ നടത്തുന്ന അല്ലെങ്കിൽ വിളിച്ചാൽ ഇങ്ങോട്ട് വരുന്നവരാണോ ടൂറിസ്റ്റുകൾ? ചെയർമാൻ മാറുമ്പോൾ പ്രവർത്തന ശൈലി ആകെ മാറും. വരുമോരോ ദശ വന്ന പോലെ പോവും എന്ന രീതിയിലാണ് നടത്തിപ്പ്. എന്നിട്ടിപ്പോൾ KTDCയുടെ നടത്തിപ്പിന് സമഗ്രമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള ചുമതല കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ കേരളയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കോർപ്പറേഷന്റെ കീഴിലുള്ള ഹോട്ടലുകൾക്ക് ഏകീകൃത സ്വഭാവം ഉണ്ടാക്കുന്നതിനായി 2003 സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ തയ്യാറാക്കിയിരുന്നു. പക്ഷേ ഫലമുണ്ടായില്ല. പരിഷ്കാരങ്ങൾ അലർജിയായതിനാൽ അരനൂറ്റാണ്ടുകൊണ്ടുണ്ടായ പഴഞ്ചൻ ശീലങ്ങൾ ഉപേക്ഷിക്കാൻ കോർപ്പറേഷൻ സന്നദ്ധമായില്ല. ഓരോ യൂണിറ്റിന്റെയും പ്രവർത്തന രീതി അതാത് യൂണിറ്റ് മാനേജർമാരാണ് തീരുമാനിക്കുക. മാനേജറുടെ കാര്യപ്രാപ്തി പോലെ ഇരിക്കും സ്ഥാപനത്തിന്റെ പേരും പേരുദോഷവും. ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നവർക്ക് ദീർഘവീക്ഷണവും കാര്യപ്രാപ്തിയുമുണ്ടെങ്കിൽ സ്വതന്ത്രമായും വിജയകരമായും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഏതു സർക്കാർ ഭരിച്ചാലും സാധ്യമാകും. പക്ഷേ സ്വതന്ത്രമായി മുന്നോട്ടു പോകാനല്ല, വിധേയത്വത്തോടെ ഇരുന്ന് സ്വസ്ഥ ജീവിതം നയിക്കാനാണ് ഭൂരിഭാഗവും താൽപ്പര്യപ്പെടുന്നത്. KTDCയുടെ പല യൂണിറ്റുകളുടെയും തലപ്പത്ത് ഇത്തരം വിധേയന്മാർ ഇരിക്കുന്നതിനാൽ ഭക്ഷണം നൽകിയ ഇനത്തിൽ പോലും കിട്ടാക്കടങ്ങൾ വർദ്ധിക്കുകയാണ്. ഭക്ഷണം കഴിച്ചിട്ട് പണം നൽകാത്തതിന്റെ പേരിൽ കഴിഞ്ഞ 10 വർഷത്തെ കിട്ടാക്കടം 3,69,00,000 രൂപ വരുമെന്ന് വിവരാവകാശ നിയമപ്രകാരം KTDC വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് പണം നൽകാത്തവരുടെ പേരുകൾ വെളിപ്പെടുത്താൻ കോർപ്പറേഷൻ സന്നദ്ധമല്ല. ഒരു ദിവസം ശരാശരി 10,000 രൂപ ഇത്തരത്തിൽ നഷ്ടമാകുന്നു എന്നാണ് വിവരം. ഏതായാലും അഴിമതിക്കാരും പൊതുമേഖലാ സ്ഥാപനങ്ങളും പരസ്പര പൂരകങ്ങളാണെന്ന നിഗമനത്തിലെത്താൻ നിർബന്ധിതരാവുകയാണ് ഇന്നാട്ടിലെ സാമാന്യജനം. ലാഭം മുഖ്യമല്ലെങ്കിലും പ്രൊഫഷണലിസം നടപ്പാക്കിയാൽ കോർപ്പറേഷന് ലാഭം നേടാൻ ഇനിയും കഴിയും. എന്നാൽ അതിനുള്ള ശ്രമമില്ല. ഓരോ യൂണിറ്റിലെയും ഇനം തിരിച്ചുള്ള വരവും ചെലവും പരിശോധിക്കുന്ന ആദ്യകാലത്തെ രീതി ഇന്നില്ല. യൂണിറ്റ് മാനേജർമാരുമായി വെവ്വേറെ ചർച്ച നടത്തി പോരായ്മകൾ പരിഹരിച്ചിരുന്ന സമ്പ്രദായവും ഇല്ലാതായിരിക്കുന്നു. മാനേജർമാരുടെ പൊതുയോഗം വിളിക്കുന്നതാണ് പുതിയ രീതി. ലാഭത്തിൽ നടക്കുന്ന യൂണിറ്റ് ആണെങ്കിൽ പിന്നെ ഒരു പരിശോധനയുമില്ല. ലഭിക്കേണ്ട ലാഭം പൂർണ്ണമായും കിട്ടുന്നുണ്ടോ, കൂടുതൽ മികവിന് എന്തെല്ലാം ചെയ്യാനാകും എന്നൊന്നും ചിന്തിക്കുന്നതേയില്ല. ആതിഥ്യമര്യാദ ഒരു കലയായി മാറുന്ന വിനോദസഞ്ചാര രംഗത്ത് നല്ല പെരുമാറ്റം ഒരു സുപ്രധാന ഘടകമാണ്. അതിനാൽ ക്ലാസ് 4 ജീവനക്കാരന്റെ നിയമനത്തിൽ പോലും അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. എന്നാൽ KTDCയിൽ നിയമന പ്രക്രിയകളെല്ലാം കുത്തഴിഞ്ഞ നിലയിലാണ്. ആകെ ജീവനക്കാരിൽ 1/3 മാത്രമാണ് സ്ഥിരം ജീവനക്കാർ. സീസണിൽ മാത്രം ബിസിനസ് വർദ്ധിക്കുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ സ്ഥിരം ജീവനക്കാർ കുറവായിരിക്കുന്നത് സ്വാഭാവികം. എന്നാൽ മതിയായ യോഗ്യതയില്ലാത്തവരാണ് ജീവനക്കാരിൽ ഒരു വലിയ വിഭാഗം എന്നറിയുമ്പോഴാണ് KTDCക്ക് അതിഥി സൽക്കാരത്തിന്റെ നൈപുണ്യം നഷ്ടപ്പെടുന്നതെവിടെയെന്ന് മനസ്സിലാവുക. ചർച്ചയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇൻസൈറ്റ്. ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തീർച്ചയായും താങ്കൾക്ക് ഒട്ടേറെ എതിരഭിപ്രായങ്ങൾ ഉണ്ടാകും എന്നറിയാം. എങ്കിലും ചോദിക്കുകയാണ്, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ KTDC എന്ന് പറയുന്നത് ഹോട്ടൽ ബിസിനസ്സാണ് മുഖ്യ ലക്ഷ്യം എന്ന് പറയുമ്പോഴും KTDCക്ക് ഇവിടുത്തെ പ്രൈവറ്റ് പ്ലേയേഴ്സിനെ ഒരു പരിധിയെങ്കിലും വരെ പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന ഒരു ദൗത്യം തുടക്കത്തിലുണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. കാര്യം ഒരു പുതിയ ഡെസ്റ്റിനേഷനിൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങി കാണിച്ചു കൊടുക്കുക, അത്തരത്തിലൊക്കെ അതിലൊന്നും KTDC ഇപ്പോൾ അത്ര മുൻപോട്ട് പോകുന്നില്ല എന്നൊരു ആക്ഷേപം കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. അതിന് അനുബന്ധമായി പറയേണ്ട ഒരു കാര്യം, ചെയർമാൻ അതിൽ ഉന്നയിച്ചിരിക്കുന്ന ചില വാദങ്ങളാണ്. വളരെ മധുരത്തിൽ പൊതിഞ്ഞ ഭാഷയിൽ അദ്ദേഹം പറയുന്നത്,
മന്ത്രിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ട തരത്തിലുള്ള സഹായം കിട്ടുന്നില്ല, ബജറ്റിൽ പോലും KTDC അവഗണിക്കുന്നു, ഇത്തരം ആക്ഷേപങ്ങളാണ്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സഹായം കിട്ടാത്തതിൻ്റെ, ഒരു പിന്തുണ കിട്ടാത്തതിൻ്റെ, ഭരണപരമായ ഒരു പിന്തുണ കിട്ടാത്തതിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. എന്ത് പറയുന്നു? എനിക്ക് തോന്നുന്നില്ല. കാരണം ഞങ്ങൾക്ക് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റായിട്ട് നല്ല ലൈസനിങ് ആണ്, ഗവൺമെൻറ്റായിട്ട് നല്ല ലൈസനിങ് ആണ്. ഇക്കൊല്ലം പ്ലാൻ ഫണ്ടിൽ 5 കോടി രൂപ ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. അത് കയ്യിൽ കിട്ടിയിട്ടില്ല, 5 കോടി അനുവദിച്ചിട്ടുണ്ട്. പിന്നെ ഇക്കൊല്ലം തന്നെ ഫുഡ് ഫെസ്റ്റിവൽ നടത്താൻ വിസിറ്റ് കേരള ഇയറിൻ്റെ ഭാഗമായിട്ടുള്ള ഫുഡ് ഫെസ്റ്റിവൽ നടത്താൻ വേണ്ടി KTDCനെയാണ് നിയോഗിച്ച്. ഞങ്ങൾ ബോംബെയിലും അഹമ്മദാബാദിലും വൻതോതിൽ നടത്തി. ഡൽഹിയിൽ ഇനി വരാൻ പോകണം, അവിടെ കേരള ഹൗസിൽ റിപ്പയർ നടക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് കിട്ടുന്നില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പിന്നെ ഹോട്ടലിയർ എന്നുള്ളതാണ് ഞങ്ങളുടെ ത്രസ്റ്റ് മേഖല. കൂട്ടത്തിൽ ടൂറിസം ഡെവലപ്മെൻറ്റും ഞങ്ങളുടെ പാർട്ടാണ്. ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ നയമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഈവൻ വേൾഡ് ട്രാവൽ മാർട്ടിനും എല്ലാ സാധനങ്ങൾക്കും ഞങ്ങൾക്ക് പോകാറുണ്ട്. ഞങ്ങൾ കേരളം മാർക്കറ്റ് ചെയ്യുന്നതിൽ ഞങ്ങളൊരു വലിയ പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. റോഡ് ഷോസ് നടക്കുന്നതിനെ പറ്റിയും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. റോഡ് ഷോസ് നടത്തുന്നതിനകത്ത് ചില അപാകതകൾ, പ്രധാനമായും യൂറോപ്യൻ കൺട്രീസിൽ നിന്നുള്ള ആളുകൾ മുൻപ് വന്നുകൊണ്ടിരുന്ന ഇടത്ത് ഇപ്പോൾ നമ്മൾ ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ പോയി റോഡ് ഷോ നടത്തുന്നതിൻ്റെ ഒരു അപാകതയും അദ്ദേഹം സൂചിപ്പിക്കുന്നു. അതായത് യൂറോപ്പിലൊക്കെ മാന്ദ്യം സംഭവിച്ചിട്ടെന്നുള്ള പകൽ പോലെ വ്യക്തമാണ്. അതുപോലെ റഷ്യയിൽ മാന്ദ്യമുണ്ട്. ഒരു കൊല്ലം കൊണ്ട് അവിടുത്തെ റൂബിള് പകുതിയായിട്ട് ചുരുങ്ങി അതിൻ്റെ വാല്യൂ. അപ്പോൾ അവിടെ നിന്നൊക്കെയുള്ള ഫ്ലോ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ മേഖലകൾ കണ്ടെത്തൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ആവശ്യമാണ്. ഇതിൽ ഇപ്പം ചെയർമാൻ പറയുന്നതും MD പറയുന്നതുമായിട്ടൊക്കെ തീർച്ചയായും ചെറിയ വൈരുദ്ധ്യങ്ങളുണ്ട്. അത്തരത്തിലൊരു വൈരുദ്ധ്യം വരുന്നതിൻ്റെ ഒരു സാധാരണ വൈരുദ്ധ്യമല്ല, ഞാൻ സത്യമാണ് പറയുന്നത്. ഞാനിത് സത്യമാണ്. 5 കോടി ഗവൺമെൻറ് പ്ലാൻ ഫണ്ടിൽ വെച്ചിരുന്നു, അത് പാസ്സായിട്ടുണ്ട്, AS ആയിട്ടുണ്ട്, ഫണ്ടിന് വേണ്ടി ഫിനാൻസിലേക്ക് പോയിട്ടുണ്ട്, അത് സത്യമാണ്. റോഡ് ഷോ നടത്തിയെന്ന് ഉള്ള സത്യമാണ്. അതുപോലെ ഫുഡ് ഫെസ്റ്റിവൽ ഞങ്ങൾ ബോംബെയിലും അഹമ്മദാബാദിലും നടത്തിയത് ഞങ്ങൾ സത്യമാണ്. 25 ലക്ഷം റുപ്യാണ് ഗവൺമെൻറ് ഓരോ സ്ഥലത്തേക്ക് തന്നത്. അവിടെ ഏകദേശം 4000 പേരോളം വന്ന് ഞങ്ങളുടെ കേരള ഫുഡ് ഡെലിക്കസീസ് അവിടെ അനുഭവിച്ചു. അവർക്കൊക്കെ ഞങ്ങൾ മാർക്കറ്റിംഗ് ഡയറിയും കൊടുത്തു. അതിൽ പല ആൾക്കാരും അതിനുശേഷം ഡയറക്റ്റ് റിസർവേഷനിൽ വന്നിട്ടുണ്ട്. മാർക്കറ്റിംഗ് ശരിക്കും നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ തോന്നൽ. സർക്കാരിൻ്റെ കൈവശമുള്ള കണക്കിൽ ഒന്ന്, ടൂറിസം കോർപ്പറേഷൻ്റെ, ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കണക്കിൽ മറ്റൊന്ന്. ഇത്തരത്തിൽ എല്ലാ വർഷവുമുള്ള കണക്കുകൾ നോക്കുക, ഇത്തരത്തിലുള്ള പഴയ ശീലങ്ങളൊന്നും ഇല്ലാതായിരിക്കുന്നു എന്നൊരു കാര്യം അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു സ്ട്രിക്റ്റ് ഓഡിറ്റിംഗ് ടീമുണ്ട്, ഇൻറ്റേർണൽ ഓഡിറ്റും ഉണ്ട്, എക്സ്റ്റേണൽ ഓഡിറ്റും ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ വക അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ ഓഡിറ്റും ഉണ്ട്. ഞങ്ങളവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് 2013 ഓഡിറ്റിംഗ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാലേ 14 കിടക്കുള്ളൂ. ഞാൻ വന്നത് 2013 സെപ്റ്റംബറിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അതിന് ശേഷമുള്ള കണക്ക് എനിക്ക് പറയാൻ കഴിയും. ഇക്കൊല്ലം ഞങ്ങളെ അൺഓഡിറ്റഡ് ലാഭം എന്ന് പറയുന്നത് 7.5 കോടി രൂപയാണ്. അതിൽ വേറൊരു നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയാൻ കഴിയുക, ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ 13 ചില്ലാനം കോടി രൂപ കടമുണ്ടായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന്. ഇപ്പോൾ അത് 4 ചില്ലാനം കോടി രൂപയായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ഇതും സത്യമാണ്. മറ്റൊന്ന്, ഈ 3 കോടി രൂപയോളം ഈ KTDC ഹോട്ടലുകളിൽ ഉന്നത ഭക്ഷണം കഴിച്ചതിൻ്റെ പണം കിട്ടാനുണ്ട് എന്നൊരു കണക്ക്. അത് പറയുമ്പോൾ ഇങ്ങനെ തോന്നും. ഞങ്ങളെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വർക്ക് ഞങ്ങൾ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഞങ്ങൾ നടത്തുന്നത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിനും ഏജൻസികൾക്കും വേണ്ടിയിട്ടാണ്. അവരൊരിക്കലും അഡ്വാൻസ് ആയിട്ട് തരില്ല. സെറ്റിൽമെൻറ്റ് നടത്തുന്നത് മിനിമം 6 മാസം തൊട്ട് 1 കൊല്ലം വരെ സമയം എടുക്കാറുണ്ട്. ചിലത് വർഷങ്ങൾ എടുക്കാറുണ്ട്. ഈ പറഞ്ഞല്ലോ 10 കൊല്ലമായിട്ടുള്ള പെൻഡൻസി ഉണ്ട്. ഞങ്ങൾ ഇത് മാത്രം കഴിഞ്ഞ യോഗം ഞങ്ങൾ നടത്തിയത് ഞങ്ങളുടെ ഫസ്റ്റ് അജണ്ട ഈ പെൻഡിങ് പേയ്മെൻ്റ് ആയിരുന്നു. ഇതിൽ ആ 3 ചില്ലാനം കോടി എന്ന് പറഞ്ഞാൽ അതിൽ 2 കോടിയും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സാണ് തരേണ്ടത്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ 35 ലക്ഷം റുപ്യ തരേണ്ടത്. പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് 5 ചില്ലാനം ലക്ഷം അതിപ്പോൾ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഓരോ ഐറ്റം എടുത്ത് ഞങ്ങൾ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ വെറും ആരോപണമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. ശ്രീ VR പ്രതാപൻ, അങ്ങെന്ത് പറയുന്നത്, പ്രത്യേകിച്ചും ഈ ഭരണ വിഭാഗത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ കൂടി വേണം കാണാൻ. കാര്യം ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് പണം കിട്ടാനുള്ളത് പലപ്പോഴും സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് തന്നെയാണ്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോലും പണം കിട്ടാനുണ്ട്. ഇതിൻ്റെ ഒരു കാലതാമസം. ഇപ്പം സാധാരണ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾക്ക് അറിയാവുന്ന, ഇപ്പോൾ KSRTC പോലെ ആണെങ്കിൽ പൊതുജനത്തിന് അറിയാവുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്. പക്ഷേ KTDC പോലെയുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം പൊതുജനങ്ങൾക്ക് അത്ര കണ്ട് പരിചിതമില്ലാത്ത ഒരു മേഖലയും കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ MD എന്ന നിലയിൽ അദ്ദേഹം പറയുമ്പോൾ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് മേഖലയിൽ സ്വകാര്യ സംരംഭകരുമായി മത്സരിച്ച് പോകേണ്ട, പ്രത്യേകിച്ച് ഹോട്ടൽ ബിസിനസ്സിലൊക്കെ മത്സരിച്ച് പോകേണ്ട ഒരു കോർപ്പറേഷൻ
ഇങ്ങനെ മെല്ലെപ്പോക്ക് എന്തുകൊണ്ട് എന്നതിന് ഉത്തരം അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിലുണ്ട്. തീർച്ചയായിട്ടും KSRTC പോലെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് പോലെ തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ ടൂറിസം വികസന കോർപ്പറേഷനെ കുറിച്ചും പൊതുജനങ്ങൾക്ക് നല്ലൊരു ധാരണ ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മറ്റൊന്ന്, ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞതിൽ എനിക്കൊരു ചെറിയ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്, വിദേശ രാജ്യങ്ങളിൽ മാന്യമുണ്ടായിരിക്കുന്നു, ടൂറിസം മേഖലയിലേക്കുള്ള വരവ് കുറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ 2014-15 വിദേശ ടൂറിസ്റ്റുകളുടെ വരവ് 7% കൂടിയിട്ടുണ്ട്. ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ വരവ് 7.71% വർദ്ധിച്ചിട്ടുണ്ട് എന്ന് ടൂറിസം വകുപ്പിൻ്റെ കണക്ക് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. 2014-15 9,23,366 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിൽ വന്നിട്ടുണ്ട്. ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ കാര്യത്തിൽ 1,16,95,411 ആളുകൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ടൂറിസം മേഖലയിൽ നിന്നുള്ള നമ്മുടെ മൊത്തം കേരളത്തിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് 24,885.44 കോടി രൂപയാണ്. 24,885.44 കോടിയാണ് കേരളത്തിൻ്റെ 2014-15 റവന്യൂ വന്നിരിക്കുന്നത് എന്ന് കേരള സർക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ വിദേശ ടൂറിസ്റ്റുകളിൽ നിന്ന് 7% വർധനവും ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് 7.71% വർധനവും ഉണ്ടെന്ന് കേരള സർക്കാർ തന്നെ സമ്മതിക്കുന്നു. മൊത്തം കേരളത്തിൻ്റെ റവന്യൂ എങ്കിൽ 24,885 കോടി ഉള്ളപ്പോൾ KTDCക്ക് നേടാൻ കഴിഞ്ഞത് 105 കോടി രൂപയാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് KSRTC പോലെ തന്നെ അതുപോലെ തന്നെ ഉള്ള സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങളെ പോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് താല്പര്യമുണ്ടാകേണ്ട ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ടൂറിസം വികസന കോർപ്പറേഷൻ. ഇവിടെ കിരൺ ബാബുവിൻ്റെ റിപ്പോർട്ടും ശരിക്കും കേരള കൗമുദിയുടെ പ്രസിദ്ധീകരണവും വളരെ വളരെ പ്രശംസാർഹമായ കാര്യമാണ്. കാര്യം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം, ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം, പൊതുസമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ എതിരഭിപ്രായം ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. സ്വാഭാവികമായും ചില ഏറ്റക്കുറച്ചിലുള്ള അഭിപ്രായങ്ങളെ സംബന്ധിച്ചുണ്ടെങ്കിൽ പോലും ഇത് ഒരു സത്യസന്ധപരമായ വിലയിരുത്തലും നിരീക്ഷണവുമായി വേണം നമ്മൾ കാണേണ്ടത്. എന്തുകൊണ്ടെന്നാൽ കേരളത്തിലെ ഇന്ന് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന, കേരളത്തിൻ്റെ ഭാവി വികസനത്തിന് നമുക്ക് കൈകൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു മേഖലയാണ് ടൂറിസം മേഖല. KTDC പോലെ ട്രാൻസ്പോർട്ട് മേഖല പോലെ, വൈദ്യുതി മേഖല പോലെയൊക്കെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ വരാൻ പോകുന്നൊരു സന്ദർഭം. അവിടെയൊക്കെ വളരെ സേഫായി കേരളത്തിൽ നിൽക്കാൻ പറ്റുന്ന, കേരളത്തിൻ്റെ റവന്യൂ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മേഖല, ഏറ്റവും കൂടുതൽ തൊഴിലവസരം ഉണ്ടാക്കാൻ പറ്റുന്ന മേഖല എന്ന് പറയുന്നത് KTDC ആണ്. ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. KTDCയിലൂടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് 2,200 ജീവനക്കാരുണ്ട് KTDC. 2,200 ജീവനക്കാരിൽ 1000-ഓളം ജീവനക്കാർ ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുന്ന ആളുകളാണ്. 521 ജീവനക്കാരാണ് അവിടുത്തെ സ്ഥിരം ജീവനക്കാർ എന്ന് പറയുന്നത്. 260 പേർ കോൺട്രാക്റ്റിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ KTDC പോലുള്ളൊരു സ്ഥാപനം ആളുകളുടെ മുമ്പിൽ നന്നായതൊരു നല്ല മുഖമുണ്ടാവണമെങ്കിൽ നല്ലൊരു മാനേജ്മെൻറ്റ് സംവിധാനം അതിനകത്തുണ്ടാവും. റിപ്പോർട്ടിൽ പറഞ്ഞൊരു പ്രൊഫഷണലായ ഒരു മാനേജ്മെൻറ്റ് സംവിധാനം അതിനകത്തില്ല എന്നത് തന്നെയാണ് ഇന്നത് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അവിടുത്തെ ഒരു സംഘടനയെ നയിക്കുന്ന ഒരാൾ കൂടിയാണ്. നേരത്തെ ചെയർമാൻ്റെ പ്രതികരണം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ സർക്കാർ ഇരുന്നപ്പോൾ ചെയർമാനും സർക്കാരുമായി നല്ല ബന്ധമുണ്ടായിരുന്നു, അതിൻ്റെ മെച്ചം ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്ന് ഒരു സൂചന അദ്ദേഹം തന്നിരുന്നു. ഇത്തരം ഇപ്പം 3 കോടി രൂപ ഉന്നതർ ഭക്ഷണം കഴിച്ചതിൻ്റെ പണം കിട്ടാനുണ്ട് എന്ന് പറയുമ്പോൾ അത് കണക്ക് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് വർഷങ്ങൾ നീണ്ടുപോകുന്നു എന്നുള്ള ന്യായമാണ് കേൾക്കുന്നത്. എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അവിടുത്തെ ഒരു സംഘടനാ നേതാവ് എന്ന തരത്തിൽ? ഇതിനെ തുടക്കം കുറിക്കാനായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ സർക്കാരും, കഴിഞ്ഞ സർക്കാരായാലും ശരി ഈ സർക്കാരായാലും ശരി, മാനേജ്മെൻറ്റ് മുക്തകണ്ഠം പ്രശംസിക്കുന്നുണ്ട്. അവരുടെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഏറ്റവും കൂടുതൽ സഹകരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം പോലും സമരം ചെയ്യേണ്ടി വന്നിട്ടില്ല. സമരം ചെയ്യേണ്ട അനവധി കാര്യങ്ങളുണ്ട്. ദേശീയ പണിമുടക്കിൽ പോലും നമ്മൾ പങ്കെടുക്കാതിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു ടൂറിസം മേഖലയാണെന്നും അത്യാവശ്യ സർവീസായിട്ട് കഴിഞ്ഞ സർക്കാർ പോലും അത് അംഗീകരിച്ചു. LDF സർക്കാരായിട്ട് പോലും അന്നും അതുപോലെ തന്നെയായിരുന്നു. ഇപ്പോൾ UDF സർക്കാരും അംഗീകരിച്ച ഒരു പൊതുമേഖലാ സ്ഥാപനം, ഒരു അത്യന്താപേക്ഷിതമായ സർവീസ് ഗസ്റ്റുകൾക്ക് കൊടുക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് കഴിയുന്നത്ര സമരം ഒഴിവാക്കണമെന്നുള്ളതാണ്. അതിന് നമ്മൾ 100% നമ്മുടെ ജീവനക്കാർ സഹകരിച്ചിട്ടുണ്ട്. പറഞ്ഞവരാരും തന്നെ ജീവനക്കാരുടെ മോശപ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ നിസ്സഹകരണം കൊണ്ടോ അവരുടെ പോരായ്മ കൊണ്ടോ ഇവിടെ നഷ്ടത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടില്ല. മിസ്റ്റർ കിരൺ ബാബുവിൻ്റെ റിപ്പോർട്ടിൽ തന്നെ ജീവനക്കാരെ കുറ്റപ്പെടുത്തുന്നില്ല, പകരം ചില ക്വാളിഫിക്കേഷൻസ് കുറഞ്ഞവരുണ്ട് എന്ന് മാത്രം പറഞ്ഞ് വിടുകയാണ്. പക്ഷേ മാനേജിംഗ് ഡയറക്ടറെ സംബന്ധിച്ച് അതൊരിക്കലും ജീവനക്കാരുടെ കുറ്റമല്ല, അത് തെരഞ്ഞെടുപ്പിൻ്റെ
പരിമിതി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ കുറ്റമാണ്. ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ കൃത്യമായ യോഗ്യതയില്ലാത്തവരെ ഒരു സ്ഥാനത്തിരുത്തുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ എഫിഷ്യൻസി അതുകൊണ്ട് കുറയും എന്നാണ്. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് ശരിയല്ല. ആ നിഗമനം തന്നെ തെറ്റാണ്. കാരണം KTDCയെ സംബന്ധിച്ചിടത്തോളം 2010 സമഗ്രമായ ഒരു പോളിസി ഡിസിഷൻ തന്നെ എടുത്തു. പ്രൊമോഷനെ സംബന്ധിച്ചാലും അതുപോലെ തന്നെ നിയമനത്തെ സംബന്ധിച്ചാലും ശരി, ക്വാളിഫിക്കേഷൻ സംബന്ധിച്ചാലും ശരി, ഒരു 6-7 കാറ്റഗറി PSC ആണ് പിന്നെ നിയമനം. മറ്റ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് നേരിട്ടുള്ള നിയമനം. ആ നിയമനങ്ങൾക്ക് വ്യക്തമായ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ഈ പറയുന്നത് പോലെ പണ്ട് കാലങ്ങളിൽ 1965 രൂപീകരിച്ചത്. അക്കാലങ്ങളിൽ ചിലപ്പോൾ അടുക്കളയിൽ നിൽക്കുന്നവരെ പിടിച്ചുകൊണ്ട് കുക്കാക്കി നിർത്തിയിരിക്കാം. അക്കാലം പോയി കഴിഞ്ഞു. കഴിഞ്ഞ 2010 ഒരു കട്ട് ഓഫ് ഡേറ്റ് ഞാൻ എടുക്കുകയാണ്. അത് LDF ഭരണകാലത്ത് തന്നെ വളരെ സമഗ്രമായിട്ട് എല്ലാ ട്രേഡ് യൂണിയനും കൂടെ ഏകണ്ഠമായിട്ട് കൊടുത്ത എല്ലാ ട്രേഡ് യൂണിയനും, ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് 7 ട്രേഡ് യൂണിയൻ ഉണ്ടായിരുന്നു. അന്ന് 7 ട്രേഡ് യൂണിയനും കൂടി സമഗ്രമായി തയ്യാറാക്കി ഏകകണ്ഠമായി കൊടുത്ത ഒരു പോളിസിയാണ് കഴിഞ്ഞ സർക്കാർ അംഗീകരിച്ച് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് പരാതിയില്ല. മാത്രമല്ല ഇപ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാനുള്ളത്, ഇന്നും 500 ജീവനക്കാരാണ് സ്ഥിരമായിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞതുപോലെ INTUC-യുടെ പ്രധാന ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ചോദിക്കുന്നത്, ഇത് ലജ്ജാകരമല്ലേ? നമ്മുടെ ഇതുപോലുള്ളൊരു പൊതുമേഖലാ സ്ഥാപനത്തിൽ 2000 ജീവനക്കാരുണ്ടാകേണ്ടുന്ന ഒരു സ്ഥാപനത്തിൽ 72 യൂണിറ്റാണ് പ്രവർത്തിക്കുന്നത്. 72 യൂണിറ്റിൽ കൂടി 2000 ജീവനക്കാർ പ്രവർത്തിക്കേണ്ടുന്ന സ്ഥലത്ത് 500 ജീവനക്കാർ താഴെയാണ് പെർമനൻറ്റ് ജീവനക്കാർ. 205 പേരാണ് കോൺട്രാക്റ്റ്, 150ഓളം ആളുകളാണ് ട്രെയിനിങ്. തീർച്ചയായും തിരികെ എത്താം. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജീവനക്കാരുടെ തെരഞ്ഞെടുപ്പിൽ യോഗ്യത നിശ്ചയിക്കുന്നുണ്ട് എന്ന് അങ്ങ് വാദിച്ചത് കൊണ്ട് തന്നെ അതിന് കിരൺ ബാബുവിൻ്റെ ഒരു മറുപടി ആവശ്യമുണ്ട്. അങ്ങനെ പ്രധാനമായിട്ട് പറഞ്ഞിരുന്നു, 2000-ഓളം ജീവനക്കാരുള്ളതിൽ 500 പേർ മാത്രമാണ് സ്ഥിരം ജീവനക്കാരെന്ന്. ബാക്കി ജീവനക്കാർ എല്ലാ സർക്കാരിൻ്റെ കാലത്തും, ഈ സർക്കാർ നല്ലതിന് മുമ്പിലെ സർക്കാരും എല്ലാ സർക്കാരിൻ്റെ കാലത്തും ഈ താൽക്കാലിക ജീവനക്കാരെ, കരാർ ജീവനക്കാരെ എടുക്കുന്നതിൽ മറ്റു പല താല്പര്യങ്ങളും ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. വാസ്തവമല്ല, അങ്ങനെ പറയരുത്. അല്ല, അത് ഒന്ന് വാസ്തവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനകത്ത് ഇത്രയേ ഉള്ളൂ കാര്യം. യോഗ്യത ഒരു PSC പരീക്ഷ എഴുതുന്നു. 1000 പേരൊക്കെയുള്ള +2 യോഗ്യത ഒരു LD ക്ലർക്കിൻ്റെ പരീക്ഷ എന്നുണ്ടെങ്കിൽ 10-15 ലക്ഷം ആൾക്കാരായിരിക്കും എഴുതുന്നത്. ഇവർക്കെല്ലാം പ്രീ ഡിഗ്രി യോഗ്യത ഉള്ളവരാണ്. അതിനകത്ത് തിരഞ്ഞെടുക്കപ്പെടുന്നത് 1000-ൽ ഒരാളായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നത്. എന്നാൽ KTDCയിൽ വരുന്ന ഈ ഓരോ ഗവൺമെൻറ് വയ്ക്കുമ്പോൾ താൽക്കാലിക ജീവനക്കാരായിട്ട് പല ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്തവരുടെ അല്ല ഈ പറയുന്ന കരാർ ജീവനക്കാർ പലരും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് അവിടെ നിയമിച്ചതിന് ശേഷം ആ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ കരാർ നീട്ടി കൊണ്ടുപോയി 4 വർഷം 5 വർഷമായിരുന്ന ജീവനക്കാരടക്കം ഇപ്പോഴും KTDCയിലുണ്ട്. ഇവരെ സ്ഥിരപ്പെടുത്തണം, ഇവരെ പല അക്കൗണ്ടൻ്റ് ആയിരുന്നവരെ ഹെൽപ്പർ തസ്തികയിലെങ്കിൽ സ്ഥിരപ്പെടുത്തണം. അങ്ങനെ പല ആവശ്യങ്ങളും വെച്ച് KTDC തന്നെ സർക്കാരിലേക്ക് കത്തും അയച്ചിട്ടുണ്ട്. അവർ മുമ്പ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ 4 കൊല്ലം മുമ്പ് ജോയിൻ ചെയ്ത് പിന്നെ അവിടെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് അവരെ നീട്ടി കൊണ്ടുപോയി ഇപ്പോൾ 7500 രൂപക്കാണ്. അതായത് മാനുവൽ ജീവനക്കാരൻ കൊടുക്കുന്ന പൈസ അതുപോലും ഇല്ല. അതവിടെ 9000 രൂപയാണ്. ഇവർക്ക് 7500 രൂപക്കാണ് അവരെ സ്ഥിരമായിട്ട് നിയമിക്കാൻ ഞങ്ങൾ സർക്കാരിനോട് ശുപാർശ കൊടുത്തു. കാരണം 40 വയസ്സ് അവർ കഴിഞ്ഞിരിക്കുന്നു. ഒരു മാനുഷിക പരിഗണനയുടെ പേരിൽ മാത്രമാണ് അത്. ഞങ്ങൾ തീരുമാനമെടുത്തല്ല, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനമെടുത്ത്, ഗവൺമെൻറ് സെക്രട്ടറി അടക്കമുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനമെടുത്തിട്ട് ഗവൺമെൻറ്റിലേക്ക് അയച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സ്വകാര്യ കമ്പനി, ഒരു പ്രൈവറ്റ് കമ്പനിയില്ല ഇത്തരം ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് എടുക്കുമ്പോഴാണ് ഈ തരത്തിലേക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നിയമനം താൽക്കാലികരെ വന്നവരെ കുറച്ചുപേരെ കഴിഞ്ഞ് ഇത് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് കൃത്യമായ ഒരു സംവിധാനം, ഒരു പരീക്ഷ, അവരുടെ കഴിവളക്കാനും പരിശോധന, അങ്ങനെ വന്നാൽ കൃത്യമായ നല്ല ജീവനക്കാരനെ കോർപ്പറേഷൻ കണ്ടെത്താൻ കഴിയും. ആ സംവിധാനം ഫലപ്രദമായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അങ്ങനെ സൂചിപ്പിച്ചു, ഇവിടെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിലെല്ലാം ഉണ്ട്. ഒരു ക്ലാസ് 4 ജീവനക്കാരനെ അടക്കം തെരഞ്ഞെടുക്കുന്നതിൽ അയാളുടെ ഹോസ്പിറ്റാലിറ്റി സർവീസ് എത്രമാത്രം ഉണ്ട് എന്ന് പരിശോധിക്കുന്ന തരത്തിൽ എന്ത് മാനദണ്ഡമാണ് നിശ്ചയിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും കിരൺ ബാബു പറഞ്ഞതിൽ ഒരു ഭാഗികമായിട്ടുള്ള കാര്യം ഞാൻ സമ്മതിക്കുന്നു. കാരണം വെച്ചാൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ കൂടി വരുന്നവർ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഫ്രഷ് ബ്ലഡ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, സമ്മതിക്കുന്നു. അവർ ഈ 10 കൊല്ലത്തിന് മുമ്പ് നിയമിക്കപ്പെട്ടവരെയാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ 10 വർഷം സർവീസായവരെ എന്ത് ചെയ്യണം എന്നുള്ളത് PSC പോസ്റ്റുകളാണ്. PSC പോസ്റ്റുകളായതുകൊണ്ടും PSC കിട്ടാതെ വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പ്രത്യേക റൂൾസ് ഫോർമുലേറ്റ് ചെയ്യാൻ വന്ന താമസമാണ്. പ്രത്യേകിച്ച് PSCക്ക് ഈ റിക്രൂട്ട്മെൻറ്റ് വിട്ടപ്പോൾ ആ റൂൾസ് ഫോർമുലേറ്റ് ചെയ്യാൻ വരുന്ന താമസം കൊണ്ട് they were compelled to continue. അക്കൗണ്ടിങ്ങിന്റെ കാര്യം മാത്രമല്ല, ഇപ്പോൾ ഗസ്റ്റിനെ ഡീൽ ചെയ്യുന്ന ആളുകൾ, ഗസ്റ്റുമായി നേരിട്ട് ഇടപെടേണ്ട ആളുകൾ, ഇവരെല്ലാം കർട്ടന്റെ പുറകിലിരിക്കുന്നവരാണ്. കർട്ടൻ മാറ്റി വെളിയിൽ വരുന്നവരാണ്. താങ്കൾ പറഞ്ഞതുപോലെ വാസ്തവത്തിൽ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ
ഏറ്റവും പരമപ്രധാനമായിട്ട് വരുന്നത് റിസപ്ഷനിൽ നിൽക്കുന്ന ആൾ, മാനേജർ, കുക്ക്, ഫ്രണ്ട് റെസ്റ്റോറൻറ്റിലുള്ള ആളുകൾ, ഇവർ അതുപോലെ തന്നെ പിന്നെ വെയിറ്റേഴ്സ്, ബോയ്സ്, ഇവരെല്ലാം തന്നെ ഈവൻ ക്ലീനേഴ്സ് പോലും, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ക്ലീനേഴ്സ് പോലും ഇപ്പോൾ വളരെ സ്ക്രീൻ ചെയ്ത് എടുക്കുന്നുള്ളൂ. അങ്ങനെ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പം എന്തുകൊണ്ടാണ് ഈ പ്രൊഫഷണലിസത്തിലേക്ക് നമ്മളിത് ബെറ്ററായിട്ട് പോകുന്നില്ല എന്ന് ചോദിച്ചാൽ, നിങ്ങളിത് ഇവിടുത്തെ പിന്നെ ബഡ്ജറ്റ് പരിശോധിച്ചാൽ അല്ലെങ്കിൽ ഗ്രാഫ് പരിശോധിച്ചാൽ നല്ല പ്രൊഫഷണലിസമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. KTDCയെ സംബന്ധിച്ചിട്ട് ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടേണ്ടുന്ന ഒരു സഹായം കിട്ടുന്നില്ല എന്നുള്ളത് ഞാൻ പറയും. കാരണം ഈ സർക്കാരിൻ്റെ കാലം കൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല, തുടർച്ചയായി 1965 ഇത് ഫോർമേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം 3 കോർപ്പറേഷനാണ് ഉണ്ടാക്കിയത് 1965. KTDCയോടൊപ്പം തന്നെ നമ്മുടെ KSRTC, KSEB, ഇലക്ട്രിസിറ്റി ബോർഡ്, ഈ 3നും കിട്ടുന്ന ഇത് വളരെ വ്യത്യസ്തമായ പരിഗണനയാണ്. KSEBക്ക് കോടിക്കണക്കിന് രൂപ ഗ്രാൻറ്റ് കൊടുക്കുന്നു, KSRTCക്ക് പിന്നെ മാസം തോറും ഗ്രാൻറ്റ് കൊടുക്കുന്നു. നമ്മളെ KTDCയെ സംബന്ധിച്ചിടത്തോളം 1 രൂപ പോലും ഗ്രാൻറ്റ് തരുന്നില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വളരെ പ്രയാസപ്പെട്ട് ശ്രീ കോടിയേരി ബാലകൃഷ്ണനെ ഇതെല്ലാം ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി ഒരു 10 കോടി രൂപ ഗ്രാൻറ്റ് തന്നു. അതുപോലെ തന്നെ ചെന്നൈ പ്രോജക്റ്റിന് വേണ്ടി ഒരു 10 കോടി രൂപ അനുവദിച്ചു. ഇങ്ങനെ പല പ്രോജക്റ്റുകൾക്ക് വേണ്ടി കുറേ രൂപ അനുവദിച്ചു. ഞാനിത് പറഞ്ഞു വന്നത് ഇത് വേറൊന്നും കൊണ്ടല്ല, ഇത് പ്രൊഫഷണലിസം ഒക്കെ ഉണ്ടെങ്കിലും ഗവൺമെൻറ്റിൻ്റെ സഹായം കൂടി ഇല്ലാതെ ഇത്തരം പ്രോജക്റ്റുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. KTDC എംപ്ലോയീസ് കോൺഗ്രസ് INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി P. വേണുഗോപാൽ ഇവിടെ ഉണ്ട്. അദ്ദേഹം ഇതിനോട് യോജിക്കുന്നുണ്ട്, ഈ പറഞ്ഞ വാദത്തിനോട്? തീർച്ചയായും ചെറുനീർ സാർ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ആ ഒരു മാനുഷിക പരിഗണനയുടെ പ്രശ്നം വന്നപ്പോൾ അവർ ക്വാളിഫൈഡ് ആണ്, അവർ എഫിഷ്യൻ്റ് ആണ്, ദേ ഹാവ് പ്രൂവ്ഡ് ഇറ്റ്. അപ്പോൾ അങ്ങനെ വന്നു. 40 വയസ്സോളം പ്രായമായി. അപ്പോൾ യൂണിയനുകളെല്ലാം കൂടി ഏകകണ്ഠമായിട്ട് തന്നെ അതിനൊരു സപ്പോർട്ട് നൽകുകയാണ് ചെയ്തത്. KTDC ചെയർമാൻ ശ്രീ വിജയൻ തോമസിന്റെ ഒരു പ്രതികരണം കേട്ടിട്ട് തിരിച്ചു വരാം. 3 വർഷമായിട്ട് നമുക്ക് യാതൊരു സഹകരണവും KTDCയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമാണ്. സർക്കാരിന് ഡയറക്റ്റായിട്ട് KTDCയെ സഹായിക്കാൻ സാധ്യമല്ല. നമുക്ക് ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റം വഴി മാത്രമേ നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ സിസ്റ്റം നമ്മളുമായിട്ട് സഹകരിക്കുന്നതിൽ പൂർണ്ണ വിജയമല്ല. ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും KTDC അവിടെ ഒന്നും ഉൾപ്പെടുത്തുന്നില്ല. യാതൊരു കാര്യങ്ങളും KTDCക്ക് വേണ്ടി ലഭിക്കുന്നില്ല. ടൂറിസത്തിന് ഫണ്ട് ലഭിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ KTDCയെ സംബന്ധിച്ചിടത്തോളം ഒരു മീറ്റിങ്ങിന് പോലും KTDC ഉൾപ്പെടുത്താറില്ല. എന്നോട് മുഖ്യമന്ത്രി തന്നെ ചോദിച്ചു എന്തുകൊണ്ട് ഇതിലൊന്നും കാണുന്നില്ല എന്ന്. വിളിക്കാതെ പോകാൻ നോക്കില്ലല്ലോ. നേരത്തെ ഉള്ളായിരുന്ന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അന്നത്തെ KTDC ചെയർമാനും അന്നത്തെ മന്ത്രിയും തമ്മിൽ നല്ലൊരു ധാരണയുണ്ടായിരുന്നു, നല്ലൊരു പരസ്പര സഹകരണം ഉണ്ടായിരുന്നു. അത് തെറ്റായാലും ശരിയായാലും അവർ ഒരുമിച്ച് നേരിട്ടിരുന്നു, ഒരുമിച്ച് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ചരിത്രം വേറെയാണ്. വകുപ്പ് മന്ത്രിയെ ഞാൻ കുറ്റം പറയുന്നത് ശരിയല്ല, കാരണം ഞാൻ മന്ത്രിയുടെ കീഴിലുള്ള ഒരു ചെയർമാനാണ്. പക്ഷേ വേണമെങ്കിൽ ഈ സ്ഥാപനത്തെ നന്നാക്കാനായിട്ടുള്ള പല പദ്ധതികൾക്കും സഹകരിക്കാമായിരുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ട പ്രോത്സാഹനം നൽകാമായിരുന്നു. ഇത് എന്നോട് ആരും ഇന്നുവരെ ഒന്നും വിളിച്ച് ചോദിച്ചിട്ടില്ല. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാകുന്ന എന്താണ്, സാധാരണക്കാരന് മനസ്സിലാക്കാവുന്നുള്ള കാര്യമേ ഉള്ളൂ. സ്ഥാപനം നന്നാവണമെങ്കിൽ എല്ലാവരും സഹകരിച്ച് പ്രവർത്തിച്ചാലേ സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല, നമ്മൾ പറയുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളാനും അതിനു വേണ്ട സാധാരണ രീതിയിൽ ഉപദേശങ്ങളൊക്കെ നമുക്ക് ഇങ്ങോട്ട് ലഭിക്കേണ്ടതാണ്. ഇന്നത് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ കൊണ്ടുപോകണമെന്നൊക്കെ. ഇത് ആരും ചോദ്യം ചെയ്യാനില്ലാത്ത, ആരും ചോദിക്കാത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റായി മാറിയിരിക്കുക. ഇപ്പോഴത്തെ KTDC ചെയർമാൻ്റെ വെർഷനാണ് നമ്മളിപ്പോൾ കേട്ടത്. അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാര്യം അദ്ദേഹം തുറന്ന് സമ്മതിച്ചത് ഗവൺമെൻറ്റിൻ്റെ നിസ്സഹകരണം ഇതിനൊരു പ്രധാന ഘടകമായി മാറി. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അബോളിഷ് ചെയ്തിട്ടാണ് KSRTC ഉണ്ടായത്, ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഉണ്ടായത്. ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് അബോളിഷ് ചെയ്തിട്ടാണ് ഇലക്ട്രിസിറ്റി ബോർഡ് ഉണ്ടായത്. അതുപോലെ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അബോളിഷ് ചെയ്തിട്ട് ഉണ്ടാകേണ്ടുന്ന ഒരു കോർപ്പറേഷന് പകരം ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് ഭീമമായ തുക, ബഡ്ജറ്റിൻ്റെ ഭീമമായ തുക മുഴുവൻ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുപോകുന്നു. അതേസമയം ടൂറിസം കോർപ്പറേഷന് കിട്ടുന്നില്ല. ഇത് രണ്ടും കൂടി ഒന്നാക്കി ഒറ്റ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന രീതിക്ക് ഇലക്ട്രിസിറ്റി ബോർഡ് പോലെയും അതുപോലെ കോർപ്പറേഷൻ KSRTC പോലെയും കൊണ്ടുവരണമെന്നുള്ള നിർദ്ദേശം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഞങ്ങൾ തന്നെ മുന്നോട്ട് വെച്ചു, ചെയർമാൻ മുന്നോട്ട് വെച്ചു. ഗവൺമെൻറ് ഒരു തരത്തിൽ അത് പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കാനുള്ള, ഇപ്പോഴും ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്
പല കാര്യങ്ങളിലും ടൂറിസം കോർപ്പറേഷനെ സഹകരിപ്പിക്കുന്നില്ല. ടൂറിസം ഇന്ത്യ മാഗസിൻ്റെ ചീഫ് എഡിറ്റർ ശ്രീ രവിശങ്കർ ഇവിടെയുണ്ട്. താങ്കൾ തീർച്ചയായും ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ധാരാളം എഴുത്തും വായനയുമായി നടക്കുന്ന ആളായതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും അറിയുന്ന ആളുമായിരിക്കണം. ഇവിടെ നടക്കുന്ന ഈ ചർച്ചയിൽ ഇപ്പോൾ KTDC ചെയർമാൻ പറയുന്നത് ഇതാണ്: സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാവട്ടെ, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാവട്ടെ, ഇവിടെ നിന്നൊന്നും വേണ്ട സഹകരണങ്ങൾ ഉണ്ടാവുന്നില്ല, നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നില്ല. ഇത് ഇവിടുത്തെ KTDC എന്ന് പറയുന്ന വ്യവസായത്തെ എത്രമാത്രം ബാധിക്കുന്നുണ്ട്? കഴിഞ്ഞൊരു 10 വർഷം കൊണ്ട് ടൂറിസം രംഗത്തുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ പിന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം എനിക്ക് തോന്നുന്നു കേരളവും രാജസ്ഥാനോ ഗോവയോ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം KTDCയും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും രണ്ടായി കഴിഞ്ഞു. കേരളത്തിൽ അത് രണ്ടായി കഴിയാൻ ഇവിടെയൊക്കെ ടൂറിസം ആദ്യമായിട്ട് വളർന്നതുകൊണ്ടാണ് കേരളത്തിലും രാജസ്ഥാനിലും ഗോവയിലൊക്കെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനെ മാർക്കറ്റിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് മാറ്റുകയും KTDCയെ കൊമേഴ്സ്യൽ ആക്ടിവിറ്റി, ഹോസ്പിറ്റാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട കൊമേഴ്സ്യൽ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റുകയും ചെയ്തത്. അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഇപ്പോൾ കേരളത്തിൽ KTDC അനുഭവിക്കുന്നുണ്ട്. മറ്റുള്ള പല സംസ്ഥാനങ്ങളിലും എങ്ങനെയെന്ന് ചോദിച്ചാൽ KTDC MD തന്നെ ആയിരിക്കും പല സ്ഥലങ്ങളിലും ടൂറിസം ഡയറക്ടർ എന്നുള്ള പോസ്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ അവർക്ക് അവിടെ ഒരു പിന്നെ എസ്പെഷ്യലി തമിഴ്നാട്, പല സംസ്ഥാനങ്ങളിലും അതിൻ്റെതായ ഒരു സൗകര്യങ്ങളുണ്ട് സാർ. ഒരു സമയത്ത് ഈ കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിനുകൊണ്ട് പ്രശ്നം വരുന്ന സമയത്ത് അതിനെ ഗവൺമെൻറ്റിൻ്റെ മിഷനറി വെച്ച് സപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ ഇവിടെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇതിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ KTDC നഷ്ടത്തിലാവുന്നത് നമ്മൾ ഏത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്മാർ തന്നെ. പക്ഷേ ആസ് എ കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഇപ്പോൾ ടൂറിസം ഇത്രയും വളർന്ന് നിൽക്കുന്ന അവസരത്തിൽ KTDCക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകാനുള്ള ഒരുപാട് സാധ്യത ഉണ്ട്. കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് ഒരു ടൂറിസം രംഗത്തുള്ള ഒരു ടൂർ ഓപ്പറേറ്ററെയോ ഒരു ഹോട്ടലിയറെയോ ഒരു ടൂറിസം എക്സ്പേർട്ടിനെയോ ടൂറിസം പിന്നെ KTDC ഡയറക്ട് ബോർഡിലില്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അവിടെ മുഴുവൻ രാഷ്ട്രീയ നിയമനങ്ങളാണ് വരുന്നത്. രാഷ്ട്രീയ നിയമനം വേണ്ട എന്നല്ല പറയുന്നത്, കാരണം അവർക്ക് ഒരുപാട് റോൾ. പക്ഷേ അതേ സമയത്ത് അവിടെ നല്ലൊരു എക്സ്പേർട്ട് ഉണ്ടായിരുന്നെങ്കിൽ കുറേ കാര്യങ്ങൾ KTDCയുടെ മുന്നോട്ടുള്ള പോക്കിന്, പക്ഷേ നേരത്തെ അത് ഉണ്ടായിരുന്നു. വർഷങ്ങളോളം KTDC 67 തൊട്ടിട്ട് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞൊരു 10 വർഷം മുമ്പേ വരെയുള്ള എല്ലാ ഡയറക്ട് ബോർഡിലും ടൂറിസം എക്സ്പേർട്ട് ഒരു മെമ്പർ ഉണ്ടായിരുന്നു. എല്ലാത്തിനും ഉണ്ടാകുന്ന ഒരു കാലതാമസം, കൂടാതെ എക്സ്പെർട്ടൈസിൻ്റെ ഒരു കുറവ്, ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സിൽ ഈ വ്യവസായവുമായി ബന്ധമുള്ള ആളുകൾ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. ഇതൊക്കെ ഈ മേഖലയെ തീർച്ചയായും ബാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ താങ്കളെ പോലെയുള്ളവർക്ക്, അതിഥികളെ നേരിട്ട് കാണുന്ന ആളുകൾ എന്ന നിലയ്ക്ക് ഈ പോരായ്മകൾ അവർ എത്രമാത്രം അവരെ ബാധിക്കുന്നുണ്ട്? അവർക്ക് മറ്റൊരു ഓപ്ഷൻ കൊടുക്കാനായിട്ട് പാക്കേജ് ടൂറുകളൊക്കെ ചെയ്യുമ്പോൾ തന്നെ മറ്റ് ഓപ്ഷൻസ് കൊടുക്കേണ്ട തരത്തിലുള്ള നിർബന്ധങ്ങൾ ഉണ്ടാവാറില്ലേ? തീർച്ചയായിട്ടും. ഇന്ന് നമ്മൾ ടൂറിസം ഇൻഡസ്ട്രി പൊതുവെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ടൂറിസം ഇൻഡസ്ട്രിയെ നയിക്കുന്നത് സോഷ്യൽ മീഡിയയിലുള്ള റിവ്യൂസും യൂസറിൻ്റെ ഡേറ്റ ബേസ് ചെയ്തിട്ടാണ്. ഒരാൾ വന്നതിന് ശേഷം അയാൾ എഴുതുന്ന റിവ്യൂവിനെ ബേസ് ചെയ്താണ് ആൾക്കാർ ട്രാവൽ ചെയ്യുന്നത്. പണ്ട് എന്ന് പറഞ്ഞാൽ KTDC തുടങ്ങുന്ന കാലഘട്ടങ്ങളിൽ ഒരു സെക്യൂരിറ്റി സേഫ്റ്റി ഇഷ്യൂ ഉണ്ടായിരുന്നു. അന്ന് കൂടുതൽ ആൾക്കാരും ഗവൺമെൻറ്റൽ ഒരു എൻറ്റിറ്റി വഴി ട്രാവൽ ചെയ്യാനായിരുന്നു അന്ന് ആളുകൾക്ക് താല്പര്യം. അന്ന് അതൊരു കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ ചീറ്റ് ചെയ്യപ്പെടും എന്നൊക്കെ ഉള്ള സംശയം കൊണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കാലം മാറി. ഇന്ന് നമ്മൾ ഇൻ്റർനെറ്റിൽ പരിശോധിക്കുകയാണെങ്കിൽ ആരാണ് ഏറ്റവും ബെസ്റ്റ് സർവീസ് നൽകുന്നത്, അവർക്കാണ് ബിസിനസ്. ഇപ്പോൾ പ്രൈവറ്റ് സെക്ടർ തന്നെ തങ്ങളിൽ മത്സരിക്കുന്ന സമയത്ത് KTDC ചെയ്യേണ്ടത് KTDCയുടെ പ്രൊഫഷണലിസം. അവിടെ ഈ പറഞ്ഞു വന്നത്, ഞാനിപ്പം ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കുന്നത് പ്രൊഫഷണലിസത്തിൻ്റെ ഒരു പോരായ്മയാണ്. നമ്മൾ ഈ സൂചിപ്പിച്ച 24,000 കോടി രൂപ കേരളത്തിൽ ടൂറിസത്തിൽ നിന്ന് വരുമാനമുണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് KTDCക്ക് 100 കോടി രൂപയിലേക്ക് ഒതുങ്ങുന്നത്? ഒരു 500 കോടി രൂപ ടേൺ ഓവർ ഉണ്ടാക്കാനുള്ള ഒരു സ്ഥാപനമല്ലേ? ഇത്രയും പ്രോപ്പർട്ടീസ് KTDCക്ക് ഇല്ലേ? അപ്പം നമ്മൾ അതിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. ആ പ്രൊഫഷണലിസത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ട്രെയിൻഡായിട്ടുള്ള സ്റ്റാഫിനെ കൊണ്ടുവന്ന് നമ്മൾ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് KTDCയെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കുക. പിന്നെ KTDC എൻ്റെ അഭിപ്രായത്തിൽ സർക്കാരിനോട് ഇങ്ങനെ ചോദിച്ച് പൈസ വാങ്ങിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അവർക്ക് ഈ റിസോഴ്സസ് ഉണ്ട്, ഇത്രയും പ്രോപ്പർട്ടീസ് ഉള്ള. ഇതൊരു പ്രൈവറ്റ് എൻ്റർപ്രണറുടെ കയ്യിലായിരുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു 500 കോടി രൂപയുടെ ടേൺ ഓവർ ഉണ്ടാക്കാനും ഇതൊരു വലിയ ഒരു റവന്യൂ ഉണ്ടാക്കുന്ന ഒരു സോഴ്സായിട്ടും മാറിയേനെ. അപ്പം തീർച്ചയായും അത് മറുപടി പറയേണ്ട ഒരു കാര്യമാണ്. ഇതൊരു പ്രൈവറ്റ്, അതായത് ഈ ഒരു വർഷം എൻ്റെ ഒരു പീരീഡിൽ 105 കോടിയിൽ നിന്ന് 138 കോടിയായി. 33% റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട്. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിനും ഇത്ര ഗ്രോത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് പറയുന്നത്. നഷ്ടത്തിലല്ല, ഞങ്ങൾ നഷ്ടത്തിലായി എന്ന് പറയുന്നത് ഒറ്റ കാരണം കൊണ്ടാണ്. ഞങ്ങളുടെ സിവിൽ വർക്കുകൾ, മെയിൻ്റനൻസും റിപ്പയറും മറ്റൊക്കെ സാധാരണഗതിയിൽ അത് ലോങ് ടേം ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന സാധനം. പലരും ഡിഫർ ചെയ്ത് പോകാറുണ്ട്. ഞാൻ ഇരട്ടി വർക്കാണ്, ലാഭം ഉണ്ടായതിനേക്കാൾ ഇരട്ടി ഞാൻ മെയിൻ്റനൻസും റിപ്പയറും റെനോവേഷനും നടത്തിയിട്ടുണ്ട്.
പക്ഷെ അവിടെയും ഈ കാലതാമസം ഒരു പ്രശ്നമല്ല. കാലതാമസം ഞങ്ങൾക്ക് ടെൻഡർ പ്രൊസീജിയറും മറ്റ് പ്രൊസീജിയേഴ്സും ഞങ്ങൾക്ക് ഫോളോ ചെയ്യണം. അത് പറഞ്ഞ കറക്റ്റാണ്. ഞങ്ങൾ ഗവൺമെൻറ് ഫേമാണ്, ഗവൺമെൻറ് ലിമിറ്റേഷൻസ് ഉണ്ട്, അതിനുള്ളിൽ നിന്നിട്ട് അല്ല, അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം, നേരത്തെ ആളുകൾ ഒരു സർക്കാർ ത്രൂവിൽ വരണം എന്ന ഒരു വിശ്വാസത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു ശീലം ആളുകൾക്കുണ്ടായിരുന്നു. അതും ഞാൻ പറഞ്ഞു. ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ ഇഷ്ടംപോലെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പല ഏജൻസികളെ കൊണ്ട് ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഏജൻസികളെ കൊണ്ട് എഴുതിക്കാന്നുള്ളതല്ല, വന്ന് അനുഭവം നേടിപ്പോയവർ എഴുതുന്ന റിവ്യൂസ് അല്ലെ, അങ്ങനെയല്ല പറഞ്ഞത്. അത് വായിച്ചിട്ടാണ് ആളുകൾ വരുന്നത്. 10% അത്തരത്തിൽ KTDCയുടെ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ KTDCയുടെ ഒരു സർവീസിന് അത്തരത്തിൽ നല്ലൊരു റിവ്യൂ എഴുതാനുള്ള ഒരു സാഹചര്യം ഒരു ഗസ്റ്റിന് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമോ എന്നതാണ് അദ്ദേഹം. എല്ലാ ഫീഡ്ബാക്സും ഞാൻ പേഴ്സണലി അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ പ്രീമിയം പ്രോപ്പർട്ടീസിലെ എല്ലാ ഫീഡ്ബാക്കും എനിക്ക് കൃത്യമായിട്ട് എത്തുന്നുണ്ട്. അതിൽ ശതമാനം നോക്കുകയാണെങ്കിൽ ഞാൻ വന്ന സമയത്ത് കൂടുതലുണ്ടായിരുന്ന പരാതികൾ ഇന്നിപ്പോൾ ഒരു 2% കംപ്ലയിൻസേ വരാറുള്ളൂ. ബാക്കി 98% നല്ല റിവ്യൂ ആണ്. ഞങ്ങളുടെ ഇൻ്റർനെറ്റിലൂടെയുള്ള ബുക്കിംഗ് 15% വർദ്ധിച്ചിട്ടുണ്ട്. ഇക്കൊല്ലം 15% വർദ്ധിച്ചിട്ടുണ്ട്. അതും തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഗ്രോത്തിൻ്റെ ചിത്രം നിങ്ങൾ മനസ്സിലാക്കും. അതുപോലെ ഞങ്ങളുടെ ഒക്യുപ്പൻസി റേറ്റ് ഒരു 12% ഈ ലാസ്റ്റ് ഇയറിൽ കൂടിയിട്ടുണ്ട്. ഒക്യുപ്പൻസിയാണ് ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയുടെ ഇൻഡിക്കേറ്റർ, ബെഞ്ച് മാർക്ക്. ആ ബെഞ്ച് മാർക്കിൽ ഞങ്ങൾക്ക് വളരെ മുന്നോട്ട് പോകാൻ പറ്റും. അല്ല, തീർച്ചയായും ഹോട്ടലുകൾ, KTDCയുടെ ഹോട്ടലുകൾ കൂടുതൽ പുതിയ ഹോട്ടലുകൾ വരാത്തിടത്തോളം ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടുകയും ചെയ്യുമ്പോൾ ഒക്യുപ്പൻസി തീർച്ചയായും വരുന്നവർക്ക് ഒക്യുപ്പൻസി പലപ്പോഴും കിട്ടാനില്ലാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. നല്ലൊരു സീസൺ ആണെങ്കിൽ അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം കൂടിയാണ്. അത് അങ്ങ് പറയുമ്പോൾ അങ്ങനെ പറയാതിരിക്കാൻ നോക്കില്ല. ഒക്യുപ്പൻസി ഉണ്ടാവേണ്ടത് നല്ല സർവീസും റേറ്റ് റീസണബിൾ ആയിട്ട്. ഞാൻ ഒന്നും കൂടി പറയാം, ഒരു പ്രോപ്പർട്ടിയിൽ പോലും ഞാൻ ₹1 കൂട്ടിയിട്ടില്ല. എല്ലാവരും കഴിയുന്നവിടെ ഞാൻ റേറ്റ് കുറച്ചുള്ളൂ. കൂടുതൽ കസ്റ്റമർ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് ഈവൻ കുമരകത്ത് 1.25 കോടി രൂപ നഷ്ടമായിരുന്നു 2 കൊല്ലം മുമ്പ്. അതിപ്പോൾ ലാഭത്തിലേക്ക് വന്നിട്ടുണ്ട്. ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. ഈ പൊതുമേഖലാ സ്ഥാപനത്തെക്കുറിച്ചുള്ള ചർച്ച തുടരും. നാളെ വീണ്ടും കാണാം. കാത്തിരിക്കുക.